നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ഭാരതപ്പുഴയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കർണാടക സ്വദേശിയാണ് മരിച്ചതെന്നാണ് നിഗമനം. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പി പാലത്തിന് താഴെ ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പട്ടാമ്പി തൃത്താല പോലീസ് സ്ഥലത്തെത്തി. അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം കരയ്ക്ക് കയറ്റി. മൃതദേഹത്തിൽ നിന്നും വോട്ടർ സ്ലിപ്പ് കണ്ടെടുത്തു. ഇതിൽ കർണാടക മടിക്കരി സ്വദേശി രാമന്റെ മകൻ സുരേന്ദ്രൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപ്രകാരം മരിച്ചത് കർണാടക സ്വദേശി സുരേന്ദ്രനാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് സൂചന. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കർണാടക പോലീസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. കൊപ്പം ദേശോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കൊപ്പം പട്ടണത്തിൽ ഗതാഗത നിയന്ത്രണം. വൈകുന്നേരം 3:30 മുതൽ രാത്രി 10 വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 14 കൊപ്പം ദേശോത്സവം ആഘോഷിക്കുന്നത്. ദേശോത്സവത്തിന്റെ ഭാഗമായാണ് ടൗണിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 മുതൽ രാത്രി 10 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെരിന്തമണ്ണ കുളത്തൂർ ഭാഗത്തും പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്നും പ്രഭാപുരം മണ്ണുതറ മുളയങ്കാവ് വഴി കടന്നു പോകണം. പെരിന്തമണ്ണ ഭാഗത്തും ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കട്ടുപ്പാറ ചുണ്ടമ്പറ്റ പ്രഭാപുരം മണ്ണുതറ മുളയങ്കാവ് വഴിയാണ് കടന്നു പോകേണ്ടത്. പെരിന്തമണ്ണ കുളത്തൂർ ഭാഗത്തും വളഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെളിയൂർ സെന്ററിൽ നിന്നും കുരാച്ചിപ്പടി നടുവട്ടം നെടുങ്കോട്ട് റോഡ് വഴി കടന്നു പോകണം. പട്ടാമ്പി ഭാഗത്തും പെരിന്തമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ആമിയൂർ പുതിയ റോഡ് വഴി മുളയങ്കാവ് മണ്ണുതറ വഴിയാണ് പോകേണ്ടത്. വലിയ വാഹനങ്ങൾ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് വഴി മണ്ണുതറയിലെത്തി തിരിച്ചു പോകണം. വളഞ്ചേരി തിരുവേപ്പുറ ഭാഗത്തും വരുന്ന വാഹനങ്ങൾ വെന്നാമ്പടി പറക്കാട് മുതുവല വഴി പോകണം. ഈ ഭാഗത്തും വരുന്ന ചരക്ക് വാഹനങ്ങളും വലിയ വാഹനങ്ങളും തിരുവേപ്പുറ ചെക്ക് പോസ്റ്റ് വഴി ചെമ്പ്ര വഴി പാലത്തറ ഗേറ്റിലൂടെ കടന്നു പോകണം. വളഞ്ചേരി തിരുവേപ്പുറ ഭാഗത്തും പെരിന്തമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നെടുങ്കോട്ടൂർ എടപ്പലം വെളിയൂർ വഴി കടന്നു പോകണം. വളഞ്ചേരി തിരുവേപ്പുറ ഭാഗത്തു നിന്നും പട്ടാമ്പി ചെറുപ്പശ്ശേരി ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നെടുങ്കോട്ടൂർ കൂരാച്ചിപ്പടി വഴി വെളിയൂർ കരിങ്ങനാട് പ്രഭാപുരം വഴിയും കടന്നു പോകണം. പട്ടാമ്പി ഭാഗത്തുനിന്നും വളഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുതുവല പാലത്തറ ഗേറ്റ് തിരുവേപ്പുറ വഴിയാണ് പോകേണ്ടത്. ആറങ്ങോട്ടുകര തച്ചുകുന്ന് പ്രദേശത്ത് ഗൃഹനാഥയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവരുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി സംശയം. കടുകുശ്ശേരി തച്ചുകുന്ന് തച്ചോത്ത് വീട്ടിൽ 72-കാരിയായ സെഫിയയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് വീടിനുള്ളിൽ സഫിയെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് കാലത്ത് കുന്നംകുളം ഡിവൈഎസ്പി മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തുടർ നടപടികൾക്ക് ശേഷം ബോഡി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മരണപ്പെട്ട സഫിയയുടെ ശരീരത്തിൽ സ്ഥിരമായി കാണാറുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും ശരീരത്തിൽ ചെറിയ മുറിപ്പാടുകളും കണ്ടതിനാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. 200 മീറ്റർ ചുറ്റളവിൽ വിജനമായ സ്ഥലത്താണ് സഫിയ താമസിക്കുന്ന വീട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സഫിയ രാത്രി ഉറങ്ങാനടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലാണ് പോയിരുന്നത്. എന്നാൽ 2 ദിവസമായി സഫിയയെ പുറത്തു കാണാത്തതിനാൽ നാട്ടുകാർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ രാത്രി 7 മണിയോടുകൂടി മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം MG സരിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PA ഷാനവാസ്, മുൻ പഞ്ചായത്ത് അംഗം CP രാജൻ, പൊതുപ്രവർത്തകരായ KK മുരളീധരൻ, മുഹസിന കടക്കശ്ശേരി, T ബഷീർ, ബന്ധുക്കളായ ജംഷി, മുഹമ്മദ് അലി, മറ്റു നാട്ടുകാർ, ബന്ധുക്കൾ തുടങ്ങി ഒട്ടനവധി ആളുകൾ തത്സമയം സഫിയയുടെ വീട്ടിൽ എത്തിയിരുന്നു. വിഷുവിന് വീടുകളിൽ കണി കാണാൻ വെക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ഇത്തവണ വിപണിയിൽ ക്ഷാമം നേരിടുന്നു. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണിയാണ് ക്ഷാമത്തിന് പ്രധാന കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിഗ്രഹ നിർമ്മാണത്തിനാവശ്യമായ ഫൈബർ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളും നിറം നൽകുന്നതിനുള്ള സീലർ, മെലാമിൻ, ഗോൾസി, ടിന്നർ, പശ, പെയിന്റ് തുടങ്ങിയവയും സാധാരണയായി ചൈനയിൽ നിന്നാണ് കണ്ടെയ്നർ മാർഗം എത്തുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കടൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വവും ചില തുറമുഖങ്ങളിലെ നിയന്ത്രണങ്ങളും കാരണം കഴിഞ്ഞ 2 മാസമായി ഈ വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതോടെ പ്രാദേശിക വിഗ്രഹ നിർമ്മാണം ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഓർഡർ എടുത്ത പല ശില്പികൾക്കും സമയബന്ധിതമായി ഇവ വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. മൊത്ത വ്യാപാരികളിലെ പഴയ സ്റ്റോക്കുകൾ പോലും ഇതിനകം വിറ്റഴിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു.
സാധാരണയായി വിഷുവിന് മുന്നോടിയായി നൂറുകണക്കിന് കൃഷ്ണരാധ വിഗ്രഹങ്ങളാണ് വിപണിയിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി അവസാനം മുതൽ അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലച്ചതോടെ വിപണിയിൽ ഇവയുടെ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. വിഷുക്കണിക്കായി മികച്ച മനോഹരമായ വിഗ്രഹങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് ആശങ്കയുണ്ടാക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തുടനീളം വിഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നുമെത്തിയ വ്യാപാരികൾക്ക് ആവശ്യമായ വിഗ്രഹങ്ങൾ ലഭിക്കാതെ മടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്കും നിരവധി തൊഴിലാളികളുടെ ഉപജീവനവും അനിശ്ചിതത്വത്തിലാക്കുകയാണ്. ടയർ റീസോളിംഗ് വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഈ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ടയർ റീട്രേഡേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. ഈ മാസം 20-ന് കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിൽ വില വർധനവും ക്ഷാമവും കാരണം ടയർ റീട്രേഡിംഗ് മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് അനിയന്ത്രിതമായ വില വർദ്ധിച്ചതിനാൽ ടയർ റീട്രേഡിംഗ് മേഖല വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 20% വരെ നിരക്കുകൾ വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് കേരള ടയർ റീട്രേഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളി ക്ഷാമം, വിപണിയിലെ മത്സരം എന്നിവ മൂലം പൊതുവെ പ്രതിസന്ധിയിലായ ഈ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് ഇരട്ടടിയായിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ക്രൂഡ് ഓയിൽ ക്ഷാമം അതുപോലെ അനിയന്ത്രിതമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ റീട്രേഡിംഗ് അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ട്രെഡ് റബ്ബറാണ് പ്രധാനമായിട്ടും. ഈ ട്രെഡ് റബ്ബറിന്റെ ഉൽപാദനം ക്രൂഡ് ഓയിലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സിന്തറ്റിക് റബ്ബർ, അതുപോലെ കാർബൺ, ഇതുപോലുള്ള അസംസ്കൃത വസ്തുക്കൾ ചേർത്താണ് ട്രെഡ് റബ്ബർ യൂസ് ചെയ്യുന്നത്. ട്രെഡ് റബ്ബർ എന്ന് പറയുന്നത് നമ്മുടെ റീസോളിങ്ങിന് ഉപയോഗിക്കുന്ന റബ്ബറാണ്. ഇതിന് വളരെ അനിയന്ത്രിതമായിട്ട് വില വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല ക്ഷാമവും നേരിടുന്നുണ്ട്. അപ്പോൾ റീട്രേഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം നിങ്ങളെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, അതുപോലെ വിപണിയിലെ മത്സരം, പിന്നെ തൊഴിലാളി ക്ഷാമം, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ, കറണ്ട് വില വർധനവ്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ലോക്കൽ ബോഡി ലൈസൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ റീട്രേഡിംഗ് നിരക്കുകൾ ഒരു 20% വരെ വർദ്ധിപ്പിക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ വ്യവസായത്തെ നിലനിർത്താൻ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത്രയും ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 20 സംസ്ഥാന വ്യാപകമായിട്ട് റീട്രേഡിംഗ് കമ്പനികൾ അടച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടി KTRA സംസ്ഥാന കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ വ്യവസായം നിലനിർത്തുവാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണം. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മാസം 20-ന് സംസ്ഥാന വ്യാപകമായി സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ചെർപ്പശ്ശേരി, ജില്ലാ പ്രസിഡന്റ് ശിവൻകൊപ്പം, ജില്ലാ ട്രഷറർ രാമദാസ് കല്ലേക്കാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ചെയ്യാൻ കൂടി പറ്റാത്ത ഒരവസ്ഥയാണ്. സ്വർണത്തിന് വില കൂടുന്ന മാതിരി ദൈനംദിനം ചാർജ് കൂട്ടേണ്ടി വരും. അപ്പോൾ വണ്ടിക്കാർക്കും പ്രശ്നമാണ്, നാട്ടുകാർക്കും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്. ഒരവസ്ഥയാണിത്. എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇടപ്പൂരം ആഘോഷിച്ചു. വലിയ പൂരം മെയ് 12-നാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.